ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജിതാസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണ റെസിപ്പി ആയിട്ടാണ്. ഓണം എത്താറായി, വളരെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കുഞ്ഞ് ഐറ്റം തന്നെ ഉണ്ടാക്കി നോക്കാം. പുളിയിഞ്ചി. എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വരും. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പുളിയിഞ്ചി ഞങ്ങൾ തൃശ്ശൂർക്കാർ പുളിയിഞ്ചി എന്നാണ് പറയുക. പുളിയിഞ്ചി, ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ പറയും കേട്ടോ. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല കുരുവില്ലാത്ത നല്ല പുളി എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പുളി നമ്മളെടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. 200 ഗ്രാമാണ് പുളി എടുക്കുന്നത്. പഴക്കമുള്ള നല്ല കറുത്ത പുളി ഉണ്ടെങ്കിൽ അതിനേക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള നല്ല പുളി എടുക്കണേ. അപ്പോൾ ഞാൻ കുരുവില്ലാത്ത പുളി ഒരു 200 ഗ്രാം പുളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിക്കാം, ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഞാൻ എടുക്കുന്നത് ഒരു 200 ഗ്രാം പുളി എടുക്കുകയാണെങ്കിൽ ഇഞ്ചി ഒരു 250 ഗ്രാം ഇഞ്ചി ഞാൻ എടുക്കുന്നത് നല്ല പോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. ഇഞ്ചി ഇതുപോലെ നല്ല പോലെ ചോപ്പ് ചെയ്തെടുക്കുക. നമ്മൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ചോപ്പ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ചോപ്പ് ചെയ്ത ഇഞ്ചി ഞാൻ ഒരു 250 ഗ്രാമാണ് എടുക്കുന്നത്. 250 ഗ്രാം ഇഞ്ചി എടുക്കുക. അതുപോലെ തന്നെ കൂടുതലും ഞാൻ പച്ചമുളകാണ് ഇതിൽ എരിവിന് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. പച്ചമുളക് ഒരു 8 or 10 എടുക്കാം നമുക്ക് എരിവിനനുസരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനൊരു 200 ഗ്രാം ശർക്കര, 200-250 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര എടുത്തിട്ടുണ്ട്. ചിലർക്ക് മധുരം കൂടുതൽ വേണം, അതുകൊണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് 250 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ചേർക്കാം. പുളിയും അതിനനുസരിച്ചിരിക്കും. അല്ല കുറച്ച് മധുരം മതിയെങ്കിൽ നമ്മളൊരു 200 ഗ്രാം ശർക്കര ചേർത്താലും മതി കേട്ടോ. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പച്ചമുളക് നമ്മൾ അങ്ങനെ വട്ടനെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ നമുക്ക് വറ്റൽമുളക് ഇതുപോലെ നടു പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി പൊടിച്ച് കൊടുക്കാം. 250 ml കപ്പിലാണ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ കടുക് പൊട്ടിച്ചു, മുളകിട്ടു, വറ്റൽമുളകിട്ടു. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 8 പച്ചമുളക് ഇതുപോലെ വട്ടന അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 or 5 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കറിവേപ്പില ഈ ഒരു വട്ടേ ചേർക്കുള്ളൂ, അതിനുശേഷം പിന്നെ ചേർത്ത് കൊടുക്കില്ല കേട്ടോ. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും വെളിച്ചെണ്ണ നല്ല പോലെ വഴറ്റിയെടുക്കണം. നല്ല പോലെ വഴറ്റി ഈ ഇഞ്ചിയൊക്കെ മുരിഞ്ഞ് വരണം. റെഡ് ചുവന്ന കളറ് ആവുന്ന വരെ ഇത് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക. നല്ല പോലെ വഴറ്റി കൊടുത്താൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇഞ്ചി നല്ല പോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി വരുമ്പോൾ തന്നെ നല്ല ഒരു ഇഞ്ചി മൂക്കണതും പിന്നെ കറിവേപ്പിലയും അതിലേക്ക് ഒരു നല്ലൊരു സ്മെല്ലാണ്. ശരിക്കും പറയാ ഓണം വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ നമ്മളിപ്പോൾ തലേ ദിവസം തന്നെ ഇഞ്ചിക്കറി, അച്ചാറ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കും. ശർക്കര വരട്ടി. അപ്പോൾ ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് ആ വീടും പരിസരമൊക്കെ ഒരു ഓണസദ്യയുടെ മണം പരക്കും. ഓണ എപ്പിസോഡ് എടുക്കുകയാണ്, പുളിയിഞ്ചിയുടെ റെസിപ്പി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാരി കൊടുത്തപ്പോൾ എൻ്റെ സ്റ്റാഫാണ് എനിക്ക് മുടിയിൽ പൂവൊക്കെ വെച്ച് നല്ല മാച്ചിങ് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ബ്യൂട്ടി സെൻറ്ററിൻ്റെ വ്ളോഗ് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. തുമ്പി കുട്ടി ഇവിടെ ഇരിക്കും.
പുളിയിഞ്ചി ഉണ്ടാക്കുകയാണേ. ഓണത്തിനെ പുളിയിഞ്ചി ഉണ്ടാക്കുകയാണേ. ഇഞ്ചി ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പുളിവെള്ളം, നല്ല കട്ടിയിൽ ഉള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലുള്ള പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടിയിൽ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ല തിള വരട്ടെ. ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് നമ്മൾ പച്ചമുളകാണ് കൂടുതൽ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് പച്ചമുളകിൻ്റെ ഒരു എണ്ണം ഇതിൽ കൂടുതലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ്, അതിൻ്റെ ഒരു ഫ്ലേവറാണ് കൂടുതൽ വരിക കേട്ടോ. ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഡയറക്റ്റ് തന്നെ ഞാൻ ശർക്കര വെല്ലം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 200 ഗ്രാമിൻ്റെ അടുത്തുള്ള ശർക്കര വെല്ലമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കും. 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം നമ്മളതൊരു പുളിയും ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ബാലൻസായിട്ട് വരുന്ന ഒരു പരുവത്തിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കണം അത്. അപ്പോൾ പുളിയിഞ്ചി കായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. നല്ലപോലെ കുറുകി വന്നാൽ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു മാസത്തോളം ഫ്രിഡ്ജിൽ അല്ലാതെ തന്നെ പുറത്ത് സൂക്ഷിക്കാം കേട്ടോ. കുപ്പിയിലായിട്ട് നമുക്ക് 1 മാസത്തോളം ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. വറുത്ത ഉലുവപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം. നമുക്ക് അപ്പോൾ അടിപൊളി പുളിയിഞ്ചി തയ്യാർ. അപ്പോൾ അങ്ങനെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പുളിയിഞ്ചി ഇതിരുന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഓണസദ്യയിലെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. തുമ്പിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ? ടേസ്റ്റ് ചെയ്യാൻ തരട്ടെ തുമ്പിക്ക്? ചൂടാ? ടേസ്റ്റ് നോക്കൂ. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. എല്ലാവരും പല പല രീതിയിലായിരിക്കും പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ടാവുക. ഇത് ഞങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഓണസദ്യയിൽ തന്നെ റെസിപ്പി, ഈസി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.